ഹലോ, എവിടെയാ? എന്താണോ വിളിച്ചോണ്ടിരിക്കണേ? എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല, ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടിയിട്ടില്ല. നിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പ്രതീക്ഷയല്ല മോളെ. എന്തിനാ ഇപ്പം ഈ ഫോൺ കോളിന്റെ ഉദ്ദേശം എന്താ? അതെ, നീ വരുമ്പോ കുറച്ച് സാധനം മേടിക്കണം. എനിക്കൊന്നും വയ്യ. ഡേ, വാപ്പ പറഞ്ഞിട്ടാണ്, ലിസ്റ്റ് കേട്ടോ. ഉള്ളി, ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾ, കാന്താരി. അയ്യോ, എന്താ? ഉള്ളി, ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾ, കാന്താരി. തട്ടി പൊളിച്ചു, ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ചു. അയ്യോ, എൻ്റെ വണ്ടി. ആരുടെ എവിടെ നോക്കി ഓടിക്കാൻ? അതല്ല അങ്ങനെ തന്നെ വരുള്ളൂ. ശരിയെന്നാ പോട്ടെ. യോഗല്ല പോയാ പോട്ടെ. ഇരുന്നാലോ? ആ, എന്തിനാ കാണാന്ന് പറഞ്ഞു? നീ ഓക്കെ അല്ലേ? ഐ എം ഓക്കെ. എന്ത് കോലാടാ ഇത്? എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. ദേ, ഒരു ഇടി വെച്ചു ഞാൻ. കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാമും കളഞ്ഞു പോയതാ. വാട്സപ്പിൽ DP ഇല്ല, ഡബിൾ ടിക്കും ഇല്ല, വിളിച്ച തൊട്ട് എടുക്കൂല്ല. എടുത്തില്ലേ? ആ, എടുത്തു. ഡിപ്രഷനിലാടോ ഇവളെ. ഡിപ്രഷനില. സംസാരിക്കാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തതിൻ്റെ കൈവരം വരെ വെച്ച്. എന്തു പറ്റിയടാ പെട്ടെന്ന്? പെട്ടെന്നല്ല സഫ്രീന. ചൈൽഡ്ഹുഡ് ട്രോമ. ട്രോമയോ? യെസ്. എന്താന്ന് വെച്ചാ പറ. പറയണം. ഇതാരോടെങ്കിലും എനിക്കൊന്ന് പറയണം. നമുക്ക് നടന്നാലോ? ആ, വീട്ടിലിരുന്ന് ഞാൻ പകുതി ചത്തേ. വാ. മലയാളത്തിൽ മീനാക്ഷി എന്ന് പറയും. മീനിനെ പോലെ കണ്ണുള്ളവൾ. തമിഴിൽ കയൽവിഴി. അറബിക്കിൽ സെലീന എന്ന് പറയും. സെലീന. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ 3ാം ക്ലാസ്സിലായിരുന്നു. അന്നൊന്നും ഞാൻ അവളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഒരു ദിവസം നമ്മുടെ ക്ലാസ് ടീച്ചർ ഒന്ന് പറഞ്ഞു, 3ാം ക്ലാസ്സിലെ പിള്ളേരെ പാട്ട് പഠിപ്പിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാനന്ന് ഈ സിനിമ പാട്ട് ബുക്കൊക്കെ സ്കൂളിൽ കൊണ്ടുവരുവേ. അങ്ങനെ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജുനൈദും കൂടെ പാട്ട് പഠിപ്പിക്കാനായിട്ട് 3ാം ക്ലാസ്സിലോട്ട് പോയി. അന്നാണ് അവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പൂച്ച കണ്ണാട്ടോ, സുന്ദരിയാണ്. അങ്ങനെ ഞാനും ജുനൈദും കൂടെ വാടോ അങ്ങനെ ഞാനും ജുനൈദും കൂടെ ഇവളെയും കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പാട്ടൊക്കെ പഠിപ്പിച്ചു. പിന്നെ ക്ലാസ്സിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടാലും ഇവളെ നോക്കി ചിരിക്കും, ഞാനും ചിരിക്കും. അല്ല, ആരാണെങ്കിലും തിരിച്ചിരിക്കും. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പുള്ളിയുടെ മകളാണ് സെലീന എന്ന്.
അങ്ങനെ സ്കൂളിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ കാണാൻ തുടങ്ങി. അവളെ ബാപ്പയ്ക്ക് ഒരു കടയൊക്കെ ഉണ്ട്, നമ്മളെ ഈ പണ്ടത്തെ ഈ 10 ദിവസത്തെ കാറ്റുകൂട്ടൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ കിട്ടും. നമ്മളതൊക്കെ വാങ്ങിക്കുമായിരുന്നു. പിന്നെ ഈ ഉച്ച സമയത്ത് നമ്മൾ ആമ്പിളരെ അറിയാമല്ലോ, ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പാത്രം എടുത്തുകൊണ്ട് കഞ്ഞിപ്പുരയിലെത്തും. ഞാൻ അന്നേ കുറച്ച് വെളിയായിരുന്നു. ഒരു ദിവസം നമ്മളിങ്ങനെ കഞ്ഞിയെ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മളെ പിള്ളേരെല്ലാം കൂടെ അപ്പുറത്തെ പറമ്പിൽ മാങ്ങ എറിയുന്നുണ്ടായിരുന്നു. ഞാനും കൂടെ എറിയാനായിട്ട്. എൻ്റെ പൊന്ന് സഫ്രീന, ദേ ഒരു സ്കെയിൽ എടുത്ത് വെച്ച് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ പോലും വളഞ്ഞോ നാളഞ്ഞോ മുന്നോ എന്ന് പറയുന്ന സാധനമില്ല. അന്ന് നീയൊക്കെ നിർബന്ധിച്ചിട്ടല്ലേ കോളേജിൽ ഞാൻ ജാവലിൻ ത്രോയ്ക്ക് ചേർന്നത്, ഓർമ്മയുണ്ടല്ലോ? ആ, പക്ഷെ അന്ന് ആദ്യമായിട്ട് എൻ്റെ ഒരു ഉന്ന ലക്ഷ്യം കണ്ട് ഒരു വലിയ മാങ്ങ താഴെ വീണ. എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഉയർന്നമ്പനൊക്കെ ഞെട്ടി. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. ആരെ അവൻ മാങ്ങ എടുക്കാൻ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞ അളിയാ ഒന്നുകൂടെ അറിയാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ മറ്റേ സലാം കാശ്മീരിലെ ജയറാമേട്ടനെ പോലെ പാപ്പമേ മാധവ മാധവ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ മുമ്പും ആരെങ്കിലും എന്നെ ഒന്ന് എരിയേറ്റി വിട്ട് കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. അങ്ങനെ നിന്നെ പ്രപ്പോസ് ചെയ്തതും നീ നോ പറഞ്ഞതും. അത് വിട്. അങ്ങനെ ജുനൈദ് എൻ്റെ അടുത്ത് എറിയാൻ പറഞ്ഞു. ഞാനൊന്നിട്ട് മൂച്ചിൽ നിൽക്കുമല്ലേ, ഞാനൊരു ജെല്ലിക്കല്ലെടുത്തൊരു ഒറ്റ എറി. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പെമ്പിളൊരു വൺ ഡേ സ്ലോ ആയി. എന്നുവെച്ചാ ഞാൻ പറഞ്ഞില്ലേ ജന്മന ഉന്നില്ലാത്തവനാണെന്ന്. നമ്മൾ ഈ കൈയും കഴുകി കഞ്ഞിയെ കുടിച്ച് ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ച് മരണ സമയത്താണ് ഈ പെമ്പിള്ളേർ കഥയും പറഞ്ഞ് കൈയെഴുവാനായിട്ട് വരുന്നത്. ഞാൻ എറിഞ്ഞേറി കറക്റ്റ് പോയി കൈയെഴുന്ന സെലീനയുടെ നെറ്റിൽ. എന്തോ ഞാൻ എറിഞ്ഞേറി കറക്റ്റ് അവൾ കൊള്ളാൻ വേണ്ടി വന്നവരുണ്ട്. എൻ്റെ പകുതി ജീവനങ്ങ് പോയി. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ജുനൈദില്ലേ, അവൻ്റെ പൊടി പോലും ഇവിടെ കാണാനില്ല. ഓ മുങ്ങി. ഞാൻ നോക്കുമ്പോൾ ഉണ്ട് സെലീനയുടെ നെറ്റിന്ന് മൊത്തം ബ്ലഡ്, കൈയൊക്കെ മൊത്തം. ഞാൻ വിചാരിച്ചു എൻ്റെ ബോധം അങ്ങ് പോയി. പിന്നെ ആൺകുട്ടിയായിട്ട് ജനിച്ചു പോയില്ലേ, പിടിച്ചു നിന്നല്ലേ പറ്റൂ. അങ്ങനെ ടീച്ചറും പിള്ളേരെയും കൂടെ അവളെ നേരെ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ എന്തോ കൊണ്ടുപോയി. ഞാൻ പിന്നെ വൈകിട്ട് വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയിട്ട് വീട്ടിൽ പറഞ്ഞ ഓരോ വണ്ടികളും കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ വിചാരിക്കും പോലീസാണോ അതോ അവളുടെ വാപ്പയാണോ എന്ന്. അന്നത്രയ്ക്കും ബുദ്ധിയൊക്കെയല്ലേ ഉള്ളൂ. അല്ലാണ്ട് 4ാം ക്ലാസ്സുകാരൻ ജോർജ് കുട്ടിയുടെ സിനിമാറ്റിക് ബുദ്ധി ഒന്നും നമുക്കില്ലല്ലോ. എന്നിട്ട് പിറ്റേ ദിവസം തലയിലൊരു കെട്ടുമായിട്ട് അവൾ സ്കൂളിൽ വന്നു. എനിക്കാണെങ്കിൽ അവളെ മുഖത്ത് നോക്കാൻ തന്നെ മടിയായിരുന്നു. പക്ഷെ അവൾ എന്നെ നോക്കി ചിരിച്ചു. നമ്മളാണെങ്കിൽ അന്ന് ഈ പ്രേമം ഇഷ്ടമൊക്കെ അറിഞ്ഞു തുടങ്ങുന്ന കാലമാണല്ലോ. എൻ്റെ കൂട്ടുകാരൻ ജുനൈദ് പറഞ്ഞാൽ ആ കൺഫേം അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളെ തലയിൽ കെട്ടഴിക്കുന്നതിൻ്റെ അന്ന് ഞാൻ അവളോട് പോയി കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. പക്ഷെ അവൾ എന്നോടൊരു ടാസ്ക് പറഞ്ഞു. എന്നെപ്പോലെ ഒരുത്തന്നെ ഒരിക്കലും എടുക്കാൻ പറ്റാത്തൊരു ടാസ്ക്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് മേടിച്ചു കഴിഞ്ഞാൽ അവൾ എസ് പറയാന്ന് പറഞ്ഞു. തോറ്റല്ലേ? വിധി പോലും വിറച്ചു പോയി എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ പഠിച്ച് പാസ്സായി. അപ്പൊ തോറ്റില്ലേ? പ്രേമ മനുഷ്യനെ മണ്ടനാക്കുമെന്നല്ലേ, അത് ഞാൻ മാറ്റി എഴുതി ഫസ്റ്റ് അടിച്ച്. അങ്ങനെ നമ്മൾ പ്രണയത്തിലായി. പിന്നെ അങ്ങോട്ട് ഭയങ്കര അടിപൊളി ദിവസങ്ങളാണ് കേട്ടോ സ്കൂളിൽ. അങ്ങനെ സ്കൂൾ കലോത്സവം വന്നു. കലോത്സവത്തിന് 3ാം ക്ലാസ്സിൽ നിന്ന് ഒപ്പനയുണ്ട്, എവളാണ് മണവാട്ടി എന്നുള്ളത് എന്നോടൊന്ന് പറഞ്ഞു. ടീച്ചർമാരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സുന്ദരിയാണ്. ഞാനന്നേ കുറച്ച് ടോക്സിക് പിടിഭാഷയുള്ളൊരു തെണ്ടിയായിരുന്നു. ഞാൻ അടുത്ത വായി പറഞ്ഞു, ഇയാൾ എൻ്റെ മണവാട്ടിയാണെങ്കിൽ ആയാൽ മതി, അല്ലെങ്കിൽ വേണ്ട. സെലീന ആവുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കി. ഞാൻ വിട്ടില്ല. അങ്ങനെ കലോത്സവത്തിന് പുതിയ ഷർട്ടൊക്കെ ഇട്ട് ഞാൻ സ്കൂളിൽ പോയി. പക്ഷെ അവളന്ന് വന്നില്ല. അവൾ എൻ്റെ അടുത്തുള്ള ദേഷ്യം കാരണം ഉമ്മയുടെ കൂടെ ഉമ്മ വീട്ടിൽ പോയി. പരിപാടിയൊക്കെ കഴിഞ്ഞ് ടീച്ചർ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, സെലീന ഉമ്മ വീട്ടിൽ പോയതൊരു ഓട്ടോയിലാണ്. പോകുന്ന വഴി ആ ഓട്ടോ ഒരു ലോറിയിൽ ഇടിച്ചെന്നെ അടുത്തൊന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറിൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയി. അവൾ ഐസിയൂല. ഞാനും അകത്ത് കയറി. അപ്പോൾ അവൾ എൻ്റെ കൈ പിടിച്ച് ചോദിച്ചു, എന്നെ മണവാട്ടി അവൻ സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു എന്നും പറഞ്ഞാൽ എൻ്റെ കൊച്ചൻ്റെ എന്നെ വിട്ട് പോയി. പിന്നെ അങ്ങോട്ട് ഞാൻ ഈ മുസ്ലിം കല്യാണത്തിനൊന്നും അങ്ങനെ പോവാറില്ല. മണവാട്ടികളെ കണ്ട എനിക്ക് എൻ്റെ സെലീനെ ഓർമ്മ വരും.
അന്നാണ് ഞാൻ ആദ്യമായിട്ട് കരയുന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച നീ നോ പറഞ്ഞപ്പോഴും. അത് അമ്മുവാ പറഞ്ഞേ, ആദ്യം കുറച്ച് ചാടിയൊക്കെ ഇടണം എന്നാലേ ശരിയാവുള്ളൂ എന്ന്. അതല്ലാതെ എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടം. സത്യം സത്യം. ശരിക്കും സത്യം. വാപ്പയാണ് സത്യം. ഐ ലവ് യു. വന്ന ഡിപ്രഷൻ റിവേഴ്സ് കയറിട്ട് പോയ സുഖം. അയ്യോ, എന്ത്? വാപ്പ ഇന്ന് എന്തൊക്കെയോ സാധനം മേടിക്കാൻ പറഞ്ഞായിരുന്നു, ഞാൻ അതൊക്കെ മറന്നുപോയി. വാപ്പ ഇന്ന് എന്നെ കൊല്ലും. ഓ, വാപ്പനെ പേടിയാണോ? വാപ്പനെ പേടിയാണ്, പക്ഷെ ഐ ലവ് യു ആണ്. എന്താ പേടിക്കണ്ടെന്ന് ശരിക്കും ഓർമ്മയില്ല. ഒരു പോത്തിനെ നിർത്തി പൊരിക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ വേണം. എൻ്റെ വാപ്പൻ്റെ പേരെന്താ? ഫിറോസ്. ഫിറോസ്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇതൊക്കെ അല്ലേ? ആ, പിന്നെന്താ, നമുക്ക് വാങ്ങാലോ, വായോ. ഈ പോത്ത് മുറ്റാണ്. പിടിക്കാം. അപ്പൊ ഇന്നത്തെ പരിപാടി കഥ എന്തായാലും എവള് വിശ്വസിച്ചു. നമ്മൾ നുണ പറയുന്നതാണെങ്കിലും ലൂപ്പ് ഹോൾ ഇല്ലാതെ പറയണം എന്നാണല്ലോ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് മിഥുൻ. പുള്ളിയെടുത്ത് മാത്രമേ ഈ സെലീനയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏത് മിഥുൻ? അറിയില്ലേ? മിഥുൻ മാനു തോമസ്, ഡയറക്ടർ. പുള്ളി പിന്നെ ഈ കഥയിൽ ചെറിയ മാറ്റമൊക്കെ വരുത്തി ഏതോ ഒരു സിനിമയിലെ ആക്ടർ സിദ്ദീഖിനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അത് ഏതായിരുന്നു ആ സിനിമ? ആൻ മരിയ കലിപ്പിലാണ്. ഏതാണ്ട് അതുപോലത്തെ ഒരു പേരാ. സിനിമാ കഥയാണെന്ന് മനസ്സിലായില്ലേ? അതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായി. അതപ്പോ ഒപ്പനയുടെ പോഷൻ എത്തിയപ്പോൾ മനസ്സിലായി. ഓ, ആണല്ലേ. പിന്നെന്താ പറയായിരുന്നേ? നിന്റെ അഭിനയം എവിടെ വരെ പോകും നോക്കണല്ലോ. ഓക്കെ, ജുനൈൻ്റെ ഐഡിയ അതാണ്. കഥയിൽ അവനൊരു ഗസ്റ്റ് റോളേ. ഒന്നും തോന്നല്ലേ, ക്ഷമിക്കണേ. ഇനി ഇവനിട്ടൊരു പണി ഞാൻ കൊടുക്കണ്ടേ? ഡിപ്രഷനിലാണോ ഇവനെ? ഡിപ്രഷനില. അത് വേണ്ട, അത് വേണ്ട. എനിക്ക് മനസ്സിലായി. എന്നെ പറ്റിക്കുന്ന പൊട്ടി. ഇപ്പൊ എന്റെ ഡിപ്രഷൻ കുറച്ച് മാറിയില്ലേ? ഇല്ലേ?